ഛർദിക്കുമെന്ന് ഭയം തോന്നിയാൽ പിന്നെ എന്ത് കഴിച്ചാലും ഛർദി തന്നെ. ജീവൻ നിലനിൽക്കണ്ടേ? കുറച്ച് വെള്ളം കുടിക്കേ. വേണ്ട, കുടിക്കും. വെള്ളത്തിനും ഉണക്കുമീനിന്റെ മണം. ഇനി എത്ര ദിവസം വേണം കര പറ്റാൻ? ആവോ, എഞ്ചിൻ ട്രബിൾ, കാറ്റ് കടാക്ഷിക്കുന്നു. 1000 കൊടുത്ത ഫസ്റ്റ് ക്ലാസ് പാസഞ്ചറാണ് ഞാൻ. കിടക്കാൻ ചാക്ക് കെട്ട്, ഡിന്നറിന് ഉണക്കമീനും ചോറും, ബ്രേക്ക്ഫാസ്റ്റിന് കരിഞ്ചായ. അമ്മേ, അമ്മേ, വയ്യ. അമ്മേ, ഡിഗ്രി പാസ്സായപ്പോ അച്ഛൻ പറഞ്ഞു BA ചേർന്നോളാൻ. ഡിഗ്രി എടുത്തിട്ട് എന്താ കാര്യം? ജോലി കിട്ടിയെന്നറിഞ്ഞാൽ അച്ഛന് സന്തോഷമാവും. അച്ഛന് സ്വന്തമായി ടാക്സി ഉണ്ട്. ചെലവ് കഴിച്ച് 10-30 രൂപ ദിവസം കിട്ടും. വാശി പിടിച്ച് പുറപ്പെട്ടത് എന്റെ കുറ്റം. ഏതാണ് കുറ്റം, ഏതാണ് തെറ്റ് ആർക്കറിയും? ഒരു വീഡിയോ സിഗരറ്റോ തരാനുണ്ടോ? തീർന്നു. കര വിട്ടിട്ട് എത്രയോ ദിവസങ്ങളായെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ അറിയാതെയാണ് ഞാൻ പോകുന്നത്. പട്ടിണി കിടന്നാലും മക്കളെല്ലാം അടുത്തുണ്ടായിരുന്ന മതി എന്നാണ് അമ്മയ്ക്ക്. പണം അയക്കാൻ തുടങ്ങിയാൽ ഈ അഭിപ്രായമൊക്കെ മാറും. എന്റെ അയൽപ്പക്കത്ത് ചാക്കുറ കണ്ടിട്ടുള്ളതല്ലേ. എടി അമ്മണി, എനിക്കൊന്ന് പുറത്തു പോണം. വിശക്കുന്നു. കഴിക്കാൻ വല്ലതുണ്ട്? പുത്തൻകുളത്തിലെ ശ്രീദേവിയുടെ പെരുന്നാളാ. അമ്മ പകർച്ചു കൊണ്ടുവരും. ഏമാന്മാരുടെ ഒക്കെ സദ്യ കഴിഞ്ഞിട്ട് അല്ലേ? അല്ല, സർവാണിക്ക് കൊടുക്കണേന് മുമ്പ് അമ്മ കൊണ്ടുവരും. ഇവിടെ വല്ലതുണ്ടോ? ഇവിടെ ഇത്തിരി കഞ്ഞിയുണ്ട്. അത് മതി. അത് മതി എന്നാ പറഞ്ഞത്. വിളമ്പ. വിളമ്പൊന്നും വേണ്ട, ഒരു പിഞ്ഞാണത്തിൽ ഇങ്ങോട്ട് എടുത്താൽ മതി. അവിടെ എവിടെ തിരിഞ്ഞാലും കാരണവന്മാരും. ഊണ് കഴിഞ്ഞാൽ സ്വൈരമായി ഒരു സിഗരറ്റ് വലിക്കാൻ കഴിയണ്ടേ? ഇങ്ങോട്ട് തന്നേക്ക്. മാളമ്മയുടെ ദേഹണം നന്നായിരുന്നു. പാൽപ്പായസം ബെസ്റ്റ്. സിഗരറ്റ് വേണ്ട. എനിക്കൊന്ന് പുറത്തു പോകണം, ഒരാളെ കാണാൻ. പൊയ്ക്കോ. ഞങ്ങൾ ഇത്തിരി സ്വൈരമായിരുന്നു സ്വറ പറയാനാണ് ഇങ്ങോട്ട് വന്നത്. രാജ, ഉണ്ടോളൂ. വേണ്ട, ഞാൻ കഴിച്ചു. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചിട്ട് പോകും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്ക് വയ്യ രാജ. സഹിക്കാം 2 ദിവസം കൂടി. ഞാൻ തനിക്ക് കുറച്ച് നാരങ്ങാനീര് കിട്ടുമോ നോക്കട്ടെ. നീ പോവില്ല. എന്താ കുഴപ്പത്? ഇതേവി കുട്ടിയുടെ കാശിമാല കുളക്കടവിൽ മറന്നു വെച്ചു, കാണാനില്ല. ആ വഴിക്ക് പിന്നെ ഇവനെ പോയിട്ടുള്ളൂ. ഇവനെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. കുറുപ്പേ, അവൻ കക്കില്ല. മാളുവിന്റെ മകൻ ഈ മുറ്റത്ത് കളിച്ചു പറഞ്ഞ കുട്ടിയല്ലേ? വല്യമ്മ പൊയ്ക്കോളൂ. ഇവിടെ ആണുങ്ങൾ നോക്കിക്കോളൂ. മതി കുറുപ്പേ. ഇവിടെ വെച്ച് ഭേദ്യം ചെയ്യലും തെളിയിക്കലൊന്നും വേണ്ട. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. എന്താ ഒരു ആലോചന? എന്റെ കൂടെ പഠിച്ചു വരുത്താൻ 10ാം ക്ലാസ് 3 തവണ തോറ്റു. തനി മണ്ടൻ. നാട് വിട്ട് 3 മാസം കഴിഞ്ഞപ്പോ മുതൽ 5000, 10,000 ഒക്കെ ഡ്രാഫ്റ്റ് വരാ. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോ 1.5 ഏക്കർ തെങ്ങുംതോപ്പ് വാങ്ങി.
ഞാൻ കോളേജ് ടീമിൽ കളിച്ചിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എനിക്ക് പണം തന്നത്. അവൾ ക്രിസ്ത്യനാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ വന്നാൽ ഞങ്ങൾ ഉടനെ രജിസ്റ്റർ മാരേജ് ചെയ്യും. അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അവൾ യൂണിവേഴ്സിറ്റിക്ക് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ആർക്കാ എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ മനസ്സിലില്ലാത്തത്? ഒന്നും ശരിയായില്ലേ? ശ്രമിക്കുന്നു. എന്തെങ്കിലും ശരിയാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വരീൻ 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 ബഹേരെ, വേഗം വേഗം വരീൻ ബഹേരെ. വരീൻ വരീൻ പെട്ടെന്ന് ചാടിക്കോ ചാടിക്കോ. വരീൻ 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 വേഗം വരീൻ ബഹേരെ വരീൻ. ചാടിക്കോ, നോക്കി നിൽക്കാതെ ചാടിക്കോ ചാടിക്കോ. വരീൻ തളല്ലേ. ചന്ദ്ര 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 ഏ ചന്ദ്ര ചന്ദ്ര.
ദുബായ് മാഫി 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 ദുബായ് ഷാർജ 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 ദുബായ് نعم يا الله يا الله താങ്ക് യു സാബ് ഇൻഷാല്ലാ. ഞാൻ നാട്ടിൽ നിന്ന് വന്നതാണ്. കണ്ടപ്പോൾ മനസ്സിലായി. എന്റെ നാട്ടുകാരൻ ഒരാളുണ്ട് ഇവിടെ, മമ്മൂക്ക. ഇവിടെ ഒന്ന് തിരഞ്ഞാൽ 100 മമ്മൂക്കയെ നിങ്ങൾക്ക് കാണാം. ഏത് മമ്മൂക്കയാണ് നിങ്ങൾക്ക് വേണ്ടത്? ചാവക്കാട്ടുകാരൻ. എനിക്കറിയില്ല. കച്ചവടം. വേറെ ആരോടെങ്കിലും ചെന്ന് അന്വേഷിക്കും. ഞാൻ തൃശ്ശൂർ അടുത്ത. ചാവക്കാട്ടുകാരൻ ഒരു മമ്മൂക്കയുടെ കച്ചവടം എവിടെയെന്നറിയും. എന്ത് കച്ചവടം? അതറിയില്ല. എന്നാൽ ഒരു കൊല്ലം നടന്നാലും ആളെ നിങ്ങൾ കാണില്ല. മലബാറി ആണെങ്കിൽ പേരറിയാത്തവരൊക്കെ ഞങ്ങൾ വിളിക്കാം മമ്മൂക്കന്നാ. अलजासिंग कंपनी का काम किधर चलता है? उनको मालूम है कंपनी का काम किधर तक चलता है? नहीं मालूम. दूसरे किसी से पूछा साहब. इधर बहुत कंपनी का काम चलता है. നിധികുംഭങ്ങൾ വാരിയെടുക്കാൻ കടൽ കടന്നു വന്ന രാജകുമാരന്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ആരംഭിച്ചു. നാട്ടിലെ മീനച്ചൂട് നിലാവാണെന്നും അമ്പലച്ചിറയേക്കാൾ മനോഹരമായൊരു വസ്തു ഈ ഭൂമുഖത്തിൽ നിന്നും ജ്ഞാനം നേടിയ ദിവസം. ചാവക്കാടുകാരൻ മമ്മൂക്കയുടെ കച്ചവടം എവിടെയാണ്? ഹലോ,
ചാവക്കാടുകാരൻ മമ്മൂക്കാടെ കച്ചവടം എവിടെയാ? മമ്മൂക്ക അറിയില്ല, വേറെ ആരോടും ചോദിക്കും. എന്തൊരു ചൂടാണ് ദൈവമേ. ചൂട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പളേ ചാവക്കാട്ടുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാളുവമ്മയുടെ മകൻ രാജൻ ബോംബെയിലുണ്ട്. അടുത്ത അക്കരെ എത്തുമെന്ന് അബു എഴുതിയിരുന്നു. ഇത് 5-6 മാസം മുമ്പാണ്. 5 മാസം ബോംബെയിൽ കറങ്ങി. ആരെയും കണ്ടു പറയാൻ പറ്റിയ ഒരു സമയമായിരുന്നില്ല. അമ്മയോടും പറഞ്ഞില്ലേ? അബുവിന് പിന്നെ ഞാനൊരു കത്ത് എഴുതി. മറുപടി കിട്ടി. ഞാൻ നാട് വിട്ടതിന്റെ 3-ാം മാസം. അമ്മ മരിച്ചത് അപ്പോഴാണ് അറിഞ്ഞത്. അവൻ എനിക്ക് എഴുതില്ല. മാളുവമ്മക്ക് അത്ര പ്രായമൊന്നും ആയില്ലല്ലോ. മമ്മൂക്കാടെ കൃത്യമായ വിലാസവും മറ്റും തിരക്കി വീണ്ടും എഴുതി. അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പേ ഏജന്റുമാർ ബഹളം കൂട്ടി പുറപ്പെട്ടു. ഇവിടെ ചാവക്കാട്ടുകാരൻ മമ്മൂക്കയെ കുറെ അന്വേഷിച്ചു. വേറെ ഒരു 100 മമ്മൂക്കമാരുടെ വിവരം കിട്ടി. ആർക്കും ആരുടെയും കാര്യം പറഞ്ഞു കേൾക്കാൻ ഇവിടെ നേരമില്ല. അധികം പറഞ്ഞ് വല്ല പരിചയക്കാരുമാണെന്ന് വന്നാൽ കൊയങ്ങില്ലേ. അതുകൊണ്ട് എല്ലാവരും വഴി മാറിയേ നടക്കൂ. ഇങ്ങെടുക്കുക. ഇതാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ മനസ്സിലായ? നാട്ടിലുള്ളവരുടെ വിചാരം ഇങ്ങോട്ട് കടന്നാ പൊന്ന് വരാമെന്നാണ്. അടുത്ത വെള്ളിയാഴ്ച വരെ നിൽക്കി. അപ്പോഴത്തേക്ക് എന്തെങ്കിലും വഴി കാണും. ഞാൻ വരും. വരുമ്പോഴത്തേക്കും വിളിച്ച് ഉദ്യോഗം തരുന്ന കാലമൊക്കെ പോയി. ഇന്ന കുറച്ച് പൈസ വെച്ചോളി. ഇപ്പൊ വേണ്ട മമ്മൂക്ക, വേണ്ട. മടിക്കണ്ടട്ടാ. ഇപ്പൊ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ച കാണാം. ഞമ്മള് പോട്ടെ. ബാ രാജ. ഇരിക്ക് രാജ. ഓ അല്ലാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? പാഹന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോവും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുകയെന്ന് വെച്ചാ സ്വർഗമല്ലേ? ആ മമ്മൂക്കാടെ ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ട് ഒരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ? ശരിയായ ദുബായിക്കാരനാവണമെങ്കിൽ ഈ പടികളൊക്കെ ചവിട്ടണം. നാട്ടില് സംഗതി വല്ലതും അറിയോ?
സൂട്ട്, റേബോൺ കൂളിംഗ് ഗ്ലാസ്, ഫോറിൻ സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്നത് ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കമുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെയായിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ, അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്നറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികളെ ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്. ആകെ കുഴപ്പത്തിലാണ് എന്റെ കുട്ടൻ നായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോൻ വഴി 3-4 പേർക്ക് ജോലി കൊടുത്തു. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേത്താണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പടച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേത്തിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം. വർഗീസേ, ഇതാണ് ഞാൻ പറഞ്ഞ രാജൻ. വർഗീസ് ഒരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി. ഇത് കേട്ടാ തോന്നും വലിയ ആളാണെന്ന്. തെറ്റിദ്ധരിക്കണ്ട, ജോലി ഡ്രൈവർ. ഇവിടെ ഡ്രൈവറായി ജോലി കിട്ടുന്ന പരമഭാഗ്യം. ഞാൻ 3 തവണ ടെസ്റ്റ് കൊടുത്തതാ. ബാപ്പുട്ടി തലശ്ശേരിക്കാരനാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അവിടെയുള്ള 4 പേരും തലശ്ശേരിക്കാരാണ്. അപ്പുറം നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഞമ്മക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെ കയ്യാന്ന്. ഇന്ന് മുതൽ രാജന്റെ ചാർജ് കുട്ടനായർക്കാണ്. പിന്നെ രാജന് അത്യാവശ്യം വല്ലതും വാങ്ങിക്കാനുണ്ടാ? വല്ല ബ്രസ്സാ, പേസ്റ്റാ, ബനിയനാ? ഇപ്പോഴൊന്നും വേണ്ട മമ്മൂക്ക. ശരി, വല്ലം വെച്ചുണ്ടാക്ക പഹേരെ. ഞമ്മള് വൈകിട്ടേ വരുള്ളൂ. ഒഴിവു ദിവസങ്ങളിലാണ് മമ്മൂക്കയുടെ രാജ്യഭരണം. ചിലർക്ക് ഫ്ലാറ്റ് അന്വേഷണം, വലിയമാന്മാരുടെ വീടുകളിൽ കുശലപ്രശ്നം, പഴയ പ്രജകളൊക്കെ നന്നായി കഴിയുന്നു മേൽനോട്ടം. കിട്ടാക്കുറ്റി പിരിപ്പിക്കല്. അക്കാര്യം കണക്കാണ്. പറ്റിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ പോലും 4 പയ്യാരം കേട്ടാ ആരുടെ കടം വാങ്ങിച്ചെങ്കിലും കൊടുക്കും. ഒട്ടുമുക്കാലും അത് കിട്ടാത്ത കുറ്റി തന്നെയാണ് കിടക്കുന്നത്. ഇന്നത്തെ പ്രധാന അജണ്ട രാജന്റെ ജോലിക്കാര്യമാവും. ഗ്രാജുവേറ്റ് ആണോ? മുഴുമിച്ചില്ല. MA-ക്കാരും BA-ക്കാരും കണ്ടക്ടർ പണി പോലും കിട്ടാതെ ഉഴരെയാണത്ര നാട്ടിൽ. ഈ ഡിഗ്രിക്ക് ഇവിടെ വലിയ വിലയൊന്നുമില്ല. 6.5 ക്ലാസിന്റെ ഡിഗ്രിയും കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. മഴക്കാലത്ത് ഏറും ഷർട്ട് ഉണങ്ങില്ല. എന്നെ നാറുന്നു എന്ന് പറഞ്ഞ് മാറിയിരുന്ന ഒരു ചെറുക്കനെ ഞാൻ തല്ലി. സ്കൂൾ മാനേജറുടെ മകനായിരുന്നു ചെക്കൻ. ഹെഡ്മാസ്റ്ററുടെ ഡിസ്മിസൽ, അച്ഛന്റെ വക പുതിര തല്ല്. കുട്ടേട്ടൻ ഒരു കഥാപാത്രമാണ്. ബാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ ഇപ്പൊ എഴുത്തും. ഒരു പ്രേമരോഗി, ഒരു പാട്ടുകാരൻ, എഴുതാത്തൊരു മഹാകവി. ആ, കവി വന്നല്ലോ. എഴുതും, ഇപ്പോഴല്ല. ഇദ്ദേഹം ഭാവിയിലെ RK വാരാപ്പുഴയാണ്. പക്ഷേ ഇപ്പൊ വെറും രാമൻകുട്ടി. ആ, രാജ്യം വിശ്രമിക്കും. മമ്മൂക്ക് എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. उधर बैठो साहब, उधर उधर वो आज बैठो साहब.